പൂർണ്ണവസന്തം വിരുന്നെത്തിയിട്ട് 1500 സംവത്സരങ്ങൾ. ഇസ്ലാം മത വിശ്വാസികളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വസന്തം ഒരുക്കുന്ന, ആദരവിൻ്റെയും കൃതജ്ഞതയുടെയും സ്നേഹപുഷ്പങ്ങൾ വിരിയിക്കുന്ന വിശുദ്ധ റബീഉൽ അവ്വൽ വീണ്ടും സമാഗതമായിരിക്കുന്നു. സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സകല നന്മയുടെയും പ്രഭവകേന്ദ്രമായ ലോകാനുഗ്രഹി എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500ാമത് ജന്മദിനമാണ് ഈ വരുന്ന റബീഉൽ അവ്വൽ 12 ഓഗസ്റ്റ് 5-ന് ലോകമെങ്ങും ആഘോഷിക്കപ്പെടുന്നത്. നബിചര്യ അക്ഷരാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അതിലൂടെ നബിദിനാഘോഷം അർത്ഥവത്താക്കാനും വിശ്വാസി സമൂഹം ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഇനിയും അറിഞ്ഞു തീരാത്ത അക്ഷയ വ്യക്തിത്വമാണ് നബി തിരുമേനിയുടേത്. ആ ജീവിതം പഠിക്കുവാനും പകർത്തുവാനും സമുദായം തയ്യാറായാൽ ആധുനിക യുഗത്തിൽ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരമാകും എന്നതിൽ സംശയമില്ല. സർവശക്തനായ അള്ളാഹുവിൻ്റെ പ്രിയ ദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ക്രിസ്തുവർഷം 571 ഏപ്രിൽ 20 റബീഉൽ അവ്വൽ 12-നാണ്. അന്ധകാര നിബിഡമായ മനുഷ്യഹൃദയങ്ങളെ സത്യത്തിൻ്റെ സ്നേഹഗീതമോതി ആത്മീയ പ്രഭാവത്തിൻ്റെ ഉത്തമ നിദർശനങ്ങളായി വാർത്തെടുത്ത ആ പുണ്യാത്മാവിൻ്റെ ഉദയത്തിനും അസ്തമയത്തിനും സാക്ഷിയാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ 12. പരസ്പര വിശ്വാസവും സ്നേഹവും സൗഹൃദവും തകർന്നടിയുന്ന ആധുനിക യുഗത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച മാർഗരേഖയാണ് മാനവന് ആശ്വാസം പകരുന്നത്. അനിവാര്യമായ യുദ്ധവേളകളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുതെന്ന് കർക്കശ നിർദ്ദേശം നൽകിയ പ്രവാചകർ മരങ്ങളും ചെടികളും പോലും അനാവശ്യമായി വെട്ടിനശിപ്പിക്കരുതെന്നും ജീവജാലങ്ങളെ അകാരണമായി ഇല്ലാതാക്കരുതെന്നും നിഷ്കർഷിച്ചിരുന്നു. സ്നേഹം വിതച്ചുകൊണ്ട് മാത്രമേ സ്നേഹം കൊയ്തെടുക്കാനാവൂ എന്ന് പഠിപ്പിച്ച അതുല്യനാണ് ഈ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രൈസ്തവ പുരോഹിതന് പ്രാർത്ഥനാ സമയത്ത് മദീന പള്ളിയുടെ അകത്ത് പായ വിരിച്ച് പ്രാർത്ഥിക്കാൻ അവസരം നൽകിയ പ്രവാചകൻ മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ മാതൃക കൂടിയാണ്. ആ പുണ്യ പൂമേനിയിലേക്ക് എന്നും പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞിരുന്ന ജൂത സ്ത്രീ രോഗബാധിതയായപ്പോൾ സാന്ത്വനത്തിൻ്റെ സങ്കീർത്തനങ്ങൾ മൊഴിഞ്ഞെത്തിയതും അവരെ സന്ദർശിച്ചതും ആശ്വസിപ്പിച്ചതും ഈ പ്രവാചക പ്രഭു തന്നെയാണ്. പ്രവാചക ശ്രേഷ്ഠരുടെ കിടപ്പറയിലും വസ്ത്രത്തിലും മലാഭിഷേകം നടത്തി കടന്നുകളയാൻ ശ്രമിച്ച അക്രമിയെ സുസ്മേരവദനായി സ്നേഹപൂർവ്വം ഉപദേശിച്ചതും ഈ പ്രവാചക വര്യൻ തന്നെയാണ്. ഉച്ചനീചത്വങ്ങളും അന്ധവിശ്വാസങ്ങളും വർഗ വർണ്ണ ദേശ ഭാഷാഭേദങ്ങളും ഇല്ലാതാക്കിയ വിപ്ലവകാരിയാണ് താഹ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കറുകറുത്തിരുണ്ട വിരൂപനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെയും സവർണനും വെളുത്തുതുടുത്ത സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും തോളോട് തോളുരുമി നിർത്തി ഇവർ ആദം സന്തതികളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഇവരിൽ ഭക്തിയുള്ളവനത്രേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമൻ എന്ന് പഠിപ്പിക്കുകയും ചെയ്ത സമത്വത്തിൻ്റെ പ്രവാചകൻ കൂടിയാണ് തിരുനബി. മാനവികതയുടെ സകല മേഖലകളിലും മാതൃകാ ജീവിതമാണ് റസൂൽ നയിച്ചത്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും മോചനം തേടുന്നവർക്ക് വിമോചനമായും വെളിച്ചം അന്വേഷിച്ച് നടക്കുന്നവർക്ക് സാന്ത്വനമായി പുരോഗതിയായി പ്രവാചക പ്രകാശം ശോഭ വരുത്തുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകങ്ങൾക്കെല്ലാം അനുഗ്രഹമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. ആ അനുഗ്രഹം ഏവർക്കും ലഭ്യമാകണം. നാം ആ വസന്തത്തിൻ്റെ പൂർണ്ണതയിൽ തിരുപ്പിറവിയുടെ അനുഭൂതി അനുഭവിക്കുമ്പോഴും അതിനു ഭാഗ്യമില്ലാതെ പോകുന്ന നമ്മുടെ അയൽവാസികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹയാത്രികർ എന്നിവരെ കൂടി ഓർക്കുക. നമ്മളിലുള്ള ആ പ്രകാശം അവർക്ക് പകർന്നു കൊടുക്കുക എന്നത് പ്രവാചക ശ്രേഷ്ഠനെ സ്നേഹിക്കുന്ന ഏവരുടെയും കടമയും ബാധ്യതയുമാണ്. ശാശ്വത സത്യത്തിലേക്കും ശാന്തിയിലേക്കുമുള്ള വഴി കാണിക്കുക. അതായിരിക്കട്ടെ 1500ാമത് നബിദിനത്തിൽ നമ്മുടെ പ്രതിജ്ഞ. പ്രവാചക പ്രകീർത്തന മന്ത്രം ഉരുവിടുന്ന ഈ വേളയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തിനു നൽകിയ ഉപദേശങ്ങളിലൊന്നായ തൻ്റെ സഹോദരനെ, സുഹൃത്തിനെ, സഹപ്രവർത്തകനെ, സഹജീവിയെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും മഹത്തായ ദാനമാണെന്ന്, അതെ പുഞ്ചിരിയും ദാനമാണെന്ന് പഠിപ്പിച്ച പ്രവാചക അധ്യാപനം ജീവിതത്തിൽ പകർത്താനെങ്കിലും നമുക്ക് ശ്രമിക്കാം. അതിനായി പ്രതിജ്ഞ എടുക്കാം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ.